empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എസ്തേറിനെ കുറിച്ചായിരുന്നു. ഒരു നിസ്സാരയായ അനാഥയായ പ്രവാസത്തിലായിരുന്ന ഒരു സാധാരണ പെൺകുട്ടി. അവൾ എപ്രകാരമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടത് എന്നാണ് നമ്മൾ കണ്ടത്. അതിന്റെ പിന്നിൽ കർത്താവിന്റെ ആ ഒരു വലിയ കരം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, ഈ ഒരു അനുഭവത്തെക്കുറിച്ച് സങ്കീർത്തകനായ ദാവീദ് 86 അധ്യായം 10 വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു, അങ്ങ് മാത്രമാണ് ദൈവം. സങ്കീർത്തകനായ ദാവീദ് ഇസ്രായേലിന്റെ രാജാവാണ്. അദ്ദേഹം രാജാവായ ദാവീദ് വിളിച്ചു പറയുകയാണ്, അത്ഭുതകരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന അങ്ങാണ് ദൈവം, വലിയവനായ ദൈവമെന്ന്. എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിൽ ഈ വലിയവനായ ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിലും ഒത്തിരിയേറെ വലിയ ഇടപെടലുകൾ കർത്താവ് നടത്തുന്നുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല, പലതും നമ്മൾ ഏറ്റു പറയുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ നമുക്ക് ലോകത്തിന്റെ മുൻപിൽ ഏറ്റു പറയണം. അതിനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നിങ്ങൾ എല്ലായ്പ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ വലിയ ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സർവശക്തനായ സർവാധിപനായ നമ്മുടെ കർത്താവിനെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഐക്യത്തോടെ ഏക മനസ്സോടെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുകയാണ്, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന, ഞങ്ങൾ അനുദിനം വഴി നടത്തുന്ന, കുഴികളിൽ വീഴാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അനന്ത ദയയുള്ള ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരുണാമയനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ഞങ്ങളുടെ യാചനകൾക്ക് അങ്ങ് ഉത്തരം നൽകുന്നതിനെ ഓർത്ത്, ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. ഉത്തരം തരുന്ന കർത്താവേ, പ്രാർത്ഥന നൽകണേ എന്ന് യാചന. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നൽകണേ യാചന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കർത്താവേ, ഞങ്ങൾ അന്ന് നിമിഷം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൈ പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ഹിതത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കുനി തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കുനി തന്നുവല്ലോ. ആരാധന. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ
പിടിച്ച് നടത്തണമേ കർത്താവേ. നിത്യത നോക്കി മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, വലിയവനായ ദൈവത്തെ മാത്രം നോക്കി ജീവിച്ചു കാണിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളും അമ്മയുടെ മാതൃകയിൽ മുന്നേറുവാൻ, നിത്യത നോക്കി ജീവിക്കുവാൻ ആ ഒരു കൃപ ലഭിക്കുവാനായി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, യേശുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നിലനിന്നു പോകുവാനുള്ള കൃപ ലഭിക്കുവാൻ ഔസേപ്പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഹദാസ എന്ന സാധാരണ പെൺകുട്ടി, അവൾ പേർഷ്യൻ സാമ്രാജ്യത്തിലെ എസ്തേർ രാജ്ഞിയായി മാറുകയായിരുന്നു. കർത്താവ് വലിയൊരു പ്രവൃത്തി അവിടെ ചെയ്യുകയായിരുന്നു. അതങ്ങനെ ആ കാലത്തിന്റെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ സംഭവിച്ചു പോയ ഒരു കാര്യമാണോ, അതോ കർത്താവിന് അതിന് പിന്നിൽ വ്യക്തമായ ഒരു പർപ്പസ് ഉണ്ടായിരുന്നോ? നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ചിന്തിക്കാനായി പോകുന്നത്. അവിടെ ഹദാസ എസ്തേർ രാജ്ഞിയായി മാറിയപ്പോൾ അവിടെയുള്ള കർത്താവിന്റെ പദ്ധതി, കർത്താവിന്റെ ആ ഒരു പ്ലാനിങ് അതെന്തായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നാം ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഓരോരോ റോളുകളിൽ ആയിരിക്കുകയാണ്. കുടുംബത്തിൽ, ജോലി സ്ഥലത്തെല്ലാം, അവിടെയെല്ലാം നാം ആയിരിക്കുന്നത് അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യമല്ല. അങ്ങനെ ആ ഒരു ഒഴുക്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു അമ്മയായി, അല്ലെങ്കിൽ ഒരു മകളായി, സഹോദരിയായി, അങ്ങനെയൊക്കെ കർത്താവ് അവിടെ നമ്മെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നാം അവിടെ ആയിരിക്കുമ്പോൾ വെറുതെ അത് സംഭവിച്ചു പോയൊരു കാര്യമല്ല. അതിന് പിന്നിൽ കർത്താവിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഇവിടെ എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിലൂടെ കർത്താവിനുണ്ടായിരുന്ന ആ ഒരു പദ്ധതി അതെന്തായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് കാണുവാനായി പോകുന്നത്. എസ്തേർ അങ്ങനെ രാജ്ഞിയായി കൊട്ടാരത്തിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ ചില സാഹചര്യങ്ങളുടെ ഒക്കെ കാരണത്താൽ അവിടെ യഹൂദർക്കെതിരെ വലിയ ഒരു നിയമം പാസ്സാവുകയാണ്. അവരുടെ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന പേർഷ്യൻ രാജ്യത്തിലെ ഹാമാൻ എന്നൊരു വ്യക്തി, വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലൂടെ യഹൂദരെ മുഴുവൻ കൊന്നൊടുക്കുവാൻ ഒരു രാജകൽപ്പന പുറപ്പെടുകയാണ്. അതാണ് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അവിടെ 13-ാം വാക്യത്തിൽ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു രാജാവിന്റെ കൽപ്പന അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സകല യഹൂദരെയും, യുവാക്കന്മാരെയും, വൃദ്ധന്മാരെയും, സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസമായ ആധാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. ഇവിടെ ആ രാജകൽപ്പന എത്രമാത്രം ഭയാനകമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. സകല യഹൂദരെയും, കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല, അവരുടെ സകല വസ്തുക്കളോടും കൂടി അവരുടെ വംശനാശം വരുത്തുവാനുള്ള രാജകൽപ്പനയാണത്. വളരെ ഭീകരമായ ഒരു കൽപ്പനയാണ്. ആ ഹാമാന്റെ അത്രയും വലിയ ഒരു ദുർസ്വാധീനത്തിലൂടെ വന്ന ഒരു കൽപ്പനയായിരുന്നു അത്. ഈ കൽപ്പന പുറപ്പെടുമ്പോൾ അവിടുത്തെ രാജ്ഞി യഹൂദയായ ഹദാസ എസ്തേറാണ്. യഹൂദയായ രാജ്ഞി അവിടെ ഉള്ള സമയത്താണ് യഹൂദരെ മൊത്തത്തോടെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഈ ഒരു കൽപ്പന പുറപ്പെടുന്നത്. ഇവിടെ ഹദാസയുടെ റോൾ എന്തായിരുന്നു? എസ്തേർ രാജ്ഞിക്ക് എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ ഒരു രാജ്ഞി പദം നൽകിയത്? ഈ ഒരു കൽപ്പന പുറപ്പെട്ടതിന് ശേഷം എസ്തേറിന്റെ വളർത്തു പിതാവായ മൊർദെഖായി തന്റെ മകളായ എസ്തേർ രാജ്ഞിയെ കാണാൻ വരികയാണ്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അവിടെ 14-ാം തിരുവാക്യം മൊർദെഖായി എസ്തേറിനോട് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം.
ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും മോചനവും വരും. മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. വളർത്തു പിതാവായ മൊർദെഖായി എസ്തേർ രാജ്ഞിക്ക് അവളുടെ ദൗത്യം എന്താണെന്ന്, അവളുടെ മിഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കൽപ്പന പുറപ്പെട്ടതുകൊണ്ട് നിന്റെ യഹൂദജനത്തിന് മാത്രമല്ല, നിനക്കും നിന്റെ പിതൃഭവനത്തിനുമെല്ലാം അത് വലിയ ആപത്താണ്. അതിന് തൊട്ടു മുൻപ് 13-ാം വാക്യത്തിൽ മൊർദെഖായി ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, അപ്പോൾ മൊർദെഖായി എസ്തേറിനോട് മറുപടി കൊടുത്തു, നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇവിടെ മൊർദെഖായി എസ്തേറിന് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ എന്തിനാണ് അവൾ രാജ്ഞി പദത്തിലായിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു കൺവിക്ഷൻ മൊർദെഖായി എസ്തേറിന് നൽകുകയാണ്. ഇത്തരം ഒരു സമയത്തേക്കായിട്ടാണ് കർത്താവ് നിന്നെ ഈ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിനക്ക് ചെയ്യാനായി പലതുമുണ്ട്, അതിപ്പോൾ തന്നെ ചെയ്യണം. മൊർദെഖായി പറയുന്ന ആ ഒരു സെന്റൻസ്, അതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മെ കർത്താവാക്കിയിരിക്കുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു റോളുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഈ വചനം ശ്രദ്ധിക്കാൻ. നമ്മൊരു കുടുംബത്തിലായിരിക്കാം, ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങളുള്ള പോസ്റ്റിലായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, എവിടെ ആയിരുന്നാലും കർത്താവ് നമ്മെ അവിടെ ആക്കിയിരിക്കുകയാണ്. വെറുതെ അങ്ങനെ ആക്കിയതൊന്നുമല്ല. കർത്താവിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. പലർക്കും ആ പദ്ധതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകാം. എന്നാൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി എന്താണെന്ന് മനസ്സിലാകാത്തവരും ധാരാളമുണ്ട്. നാം എവിടെ ആയിരുന്നാലും കർത്താവിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു മിഷൻ ഉണ്ട് നമ്മുടെ ലൈഫിൽ. ആ മിഷൻ അത് നമ്മിലൂടെ തന്നെ നിറവേറണം. ഇവിടെ എന്താണ് മൊർദെഖായി പറയുന്നത്? മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞ ആ ഒരു കാര്യത്തിലെ ആദ്യ ഭാഗം മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ അവിടെ ചോയ്സ് ഉണ്ട്. എസ്തേറിന് മൗനം പാലിക്കാം, സംസാരിക്കാം, അവിടെ പ്രവർത്തിക്കാതിരിക്കാം, പ്രവർത്തിക്കാം. അതിനുള്ള ചോയ്സ് എസ്തേറിനുണ്ട്. പാലിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് തുടർന്ന് പറയുന്നുണ്ട്. അതായത് നാം ഓരോരുത്തരും ആയിരിക്കുന്ന നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നമുക്കൊരു മിഷൻ ഉണ്ട്. ആ മിഷൻ നമുക്ക് പൂർത്തീകരിക്കാം, പൂർത്തീകരിക്കാതിരിക്കാം. പൂർത്തീകരിക്കുക എന്നതാണ് കർത്താവിന്റെ ഉദ്ദേശം. പൂർത്തീകരിച്ചില്ലെങ്കിൽ തുടർന്ന് മൊർദെഖായി പറയുകയാണ്, യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. രാജ്ഞിയായ എസ്തേറിലൂടെ, എസ്തേർ ചെയ്യേണ്ട കാര്യത്തിലൂടെ അവർക്ക് മോചനം ലഭിക്കുന്നില്ലെങ്കിൽ കർത്താവ് തന്റെ പദ്ധതി നിറവേറ്റും. മറ്റൊരിടത്തു നിന്ന് യഹൂദർക്ക് ആശ്വാസവും രക്ഷയും വരും. കർത്താവിന്റെ പദ്ധതി എസ്തേർ സഹകരിച്ചില്ല എന്നോർത്തോണ്ട് അവിടെ നിന്നു പോകത്തൊന്നുമില്ല. അത് വേറൊരു വഴിയിലൂടെ അത് മുന്നേറുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്, ഓരോ മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് നമ്മൾ പൂർത്തീകരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കർത്താവിന്റെ പദ്ധതി അവിടെ നിറവേറ്റപ്പെടും. എന്നാൽ അവിടെ പ്രശ്നത്തിലാകുന്നത് നമ്മുടെ നിത്യതയാണ്, നമ്മുടെ ഭാവിയാണ്, കർത്താവ് മൊത്തുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതമാണ്. തുടർന്ന് മൊർദെഖായിലൂടെ കർത്താവ് അത് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇവിടെ എസ്തേറിനോട് മൊർദെഖായി പറയുകയാണ്, നീ ചെയ്യാൻ വിളിക്കപ്പെട്ടത് അതെന്തോ അത് നീ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് രക്ഷ വേറെ വഴിയിലൂടെ വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും.
വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വാർണിംഗ് ആണ് നാം ഓരോരുത്തർക്കും ഇവിടെ മൊർദെഖായിലൂടെ കർത്താവ് നൽകുന്നത്. നാം ചെയ്യാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷൻ, അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ കർത്താവിന്റെ പ്ലാൻ അവിടെ നിന്നു പോകത്തൊന്നുമില്ല. പക്ഷേ അതിന്റെ റിസൾട്ട്, അത് നെഗറ്റീവ് റിസൾട്ടായി വരുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിലായിരിക്കും. കർത്താവ് നമ്മളെ നശിപ്പിക്കുന്ന ദൈവമൊന്നുമല്ല, നമുക്കറിയാം. പക്ഷേ കർത്താവിന് പിന്നെ നമ്മെ അനുഗ്രഹിക്കാനായി സാധിക്കുകയില്ല. കർത്താവിന്റെ ആ ഒരു ഇടപെടലിന്റെ ആ ഒരു കരം നമുക്ക് പിന്നെ അനുഭവിക്കാനായി സാധിക്കുകയില്ല. കർത്താവിന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാശം സംഭവിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റമില്ലാതാവുക, നിത്യത എന്ന നമ്മുടെ ആ ഒരു സമ്മാനം, ആ ഒരു നമ്മുടെ ലക്ഷ്യം, അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വരിക. ഈ ഒരു കാര്യമാണ് എസ്തേറിലൂടെ, മൊർദെഖായിയുടെ വാക്കിലൂടെ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു മിഷൻ, ആ ഒരു യുണീക്ക് ആയിട്ടുള്ള മിഷൻ, അത് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി എന്ത് വില കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. അങ്ങനെ വില കൊടുത്തു പോകുമ്പോൾ നമ്മുടെ ജീവിതം അത്ര സുഖമാണെന്നൊന്നും അല്ല കർത്താവ് പറയുന്നത്. തുടർന്നുള്ള എസ്തേറിന്റെ ജീവിതം അതിന് നമുക്ക് സാക്ഷ്യവുമാണ്. പക്ഷേ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, അത് കർത്താവ് അറിഞ്ഞ് അനുവദിച്ച് നൽകുന്നതാണ്. അതിലൂടെ കടന്നു പോകാനുള്ള ശക്തിയും കർത്താവ് നൽകുമെന്ന് കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട മിഷനു വേണ്ടി ജീവിച്ച ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ നോഹയെ കണ്ടുമുട്ടുന്നുണ്ട്. നോഹയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വലിയൊരു മിഷനെ അദ്ദേഹത്തെ ഏൽപ്പിച്ച്, ആ ഒരു കാലഘട്ടത്തിൽ നോഹ ഒറ്റയ്ക്കായിരുന്നു. നീതിമാനായി ആ ഒരു കാലഘട്ടത്തിൽ കർത്താവ് കണ്ട ഒറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് നോഹയായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരിട്ടിരുന്ന ആ ഒരു പ്രതിസന്ധി, ആ ഒരു വിഷമം, അത് എത്രമാത്രം ഉണ്ടായിരിക്കും. പക്ഷേ എത്രമാത്രം വലിയ പ്രതിസന്ധി വന്നപ്പോഴും ആ മിഷനെ അദ്ദേഹം കൈവിട്ടില്ല. കർത്താവ് തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം അദ്ദേഹം പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ആ തന്നെ ഏൽപ്പിച്ച മിഷൻ പൂർത്തീകരിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് സാംസനെ. വ്യക്തമായ ഒരു മിഷനോട് കൂടിയാണ് കർത്താവ് സാംസന് ജന്മം നൽകുന്നത്. സാംസനെ ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചത് വ്യക്തമായ ഒരു മിഷനോട് കൂടിയായിരുന്നു. അതിനു വേണ്ടുന്നതായ എല്ലാം സാംസന് കർത്താവ് നൽകിയിരുന്നു. പക്ഷേ തന്റെ മിഷൻ എപ്പോഴൊക്കെയോ സാംസൺ മറന്നുപോയി. തന്റെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് സാംസൺ മുന്നേറുന്ന അവസരങ്ങൾ ഉണ്ടായി. അതിനനുസരിച്ച് പിന്നീട് സാംസന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നാം ഓരോരുത്തരും അറിയുന്ന കാര്യമാണ്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സാംസൺ പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ഒത്തിരിയേറെ വ്യക്തികൾ നമുക്കറിയാം. പരിശുദ്ധ ബൈബിളിൽ നമുക്ക് മുമ്പിൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. തങ്ങളെ ഏൽപ്പിച്ച മിഷനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിരുന്ന ഒത്തിരിയേറെ വ്യക്തികൾ. അബ്രാഹത്തെ ഒന്ന് നോക്കിയേ. അബ്രാഹത്തിനെ കർത്താവ് വിളിച്ച ഒരു വിളി, അദ്ദേഹത്തിന് കൊടുത്ത ഒരു ദൗത്യം, അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബോധമില്ലാത്തൊരു തീരുമാനമെന്ന് എല്ലാവരും പറഞ്ഞു കാണും അബ്രാഹത്തോട്. പക്ഷേ കർത്താവ് തന്നെ വിളിച്ചു വേർതിരിച്ചതറിഞ്ഞ് കർത്താവിന്റെ വിളിയോട് സഹകരിച്ച് അബ്രാഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. ചുറ്റും എന്താ നടക്കുന്നതെന്നോ തന്റെ ഭാവി എന്താണെന്നോ ഒന്നും അബ്രാഹാം നോക്കുന്നില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നേ. നമ്മുടെ അപ്പസ്തോലന്മാരെല്ലാവരും കർത്താവിന്റെ ആ ഒരു സ്വർഗാരോഹണത്തിന് ശേഷം അവരുടെ ആ വിളിക്ക് വേണ്ടി, തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി എന്ത് പ്രയാസങ്ങൾ ഏറ്റെടുക്കാനും ഭൂമിയുടെ ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായിരുന്നു. ആ വിളിയോടുള്ള അവരുടെയൊക്കെ ആ ഒരു വിശ്വസ്തത അത് എത്ര മാത്രമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പൗലോസ്ലീഹയൊക്കെ കടന്നുപോയ ആ ഒരു ബുദ്ധിമുട്ടുകൾ, പൗലോസ്ലീഹ തന്നെയല്ല, ഓരോ അപ്പസ്തോലന്മാരും ആദിമ സമൂഹത്തിൽ കർത്താവിന്റെ വിളി ഏറ്റെടുത്ത് ഇറങ്ങി തിരിച്ച ഓരോരുത്തരും കടന്നുപോയ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അവർ ഏറ്റെടുത്ത വിളിയുടെ പ്രതിസന്ധികളായിരുന്നു അതെല്ലാം. അതിലൂടെ എല്ലാം കർത്താവ് അവരെ കൊണ്ടുപോയി. പക്ഷേ അവരുടെ മിഷനോട് ഏറ്റവും വിശ്വസ്തത പുലർത്താൻ അവർക്ക് ഓരോരുത്തർക്കും സാധിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ മക്കളുമായുള്ള ബന്ധത്തിൽ, ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിലെല്ലാം, അവിടെയെല്ലാം നമുക്കൊരു മിഷൻ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആ ഒരു റോളിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് വെച്ചതല്ല, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചതല്ല. കർത്താവ് അറിഞ്ഞ് അനുവദിച്ച്
നമ്മളെ ആയിരിക്കുന്ന നമ്മുടെ ഓരോ പൊസിഷൻസ്, അതിൻ്റെ പ്രാധാന്യം, അവിടെയുള്ള നമ്മുടെ റോൾ അതെന്താണെന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. മൊർദെഖായിയുടെ ഈ ഒരു ഉപദേശം കേട്ട എസ്തേർ രാജ്ഞി തുടർന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണും. ആ ഒരു വിളി തിരിച്ചറിഞ്ഞ എസ്തേർ പിന്നീട് അങ്ങോട്ട് വിളിക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിളി അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായി ശ്രമിക്കാം. തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളിയോട് ഏറ്റവും വിശ്വസ്തയോടെ, തീക്ഷ്ണതയോടെ ആ വിളി, ആ ഒരു ദൗത്യം, ആ ഒരു മിഷൻ അത് പൂർത്തീകരിക്കാൻ നമുക്ക് ശക്തമായിട്ട് ഉത്സാഹിക്കാം. കർത്താവിൻ്റെ ആ ഒരു കൃപയോട് കൂടി നമ്മുടെ മിഷൻ പൂർത്തീകരിക്കുവാനായി, നമുക്ക് ആ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ഒരു ബോധ്യം, നമ്മുടെ മിഷനെ കുറിച്ചുള്ള ആ ഒരു ബോധ്യം അത് സ്വന്തമായി ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ മുൻപിലായിരിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് നമ്മുടെ വിളിക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ, നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താനെ പിന്തുടർന്നിടും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താനെ പിന്തുടർന്നിടും. ഞങ്ങളുടെ വിളി അതിന് കഷ്ടതയുണ്ടെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിലും എല്ലാം കർത്താവിന്റെ പിറകെ പോകാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങയുടെ പുറകെ, അങ്ങയുടെ പിന്നാലെ വരുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ സുവിശേഷം ഘോഷിച്ചിടാം, കാന്തനാം കർത്താവ് വന്നിടാറായി. യേശുവിൻ സുവിശേഷം ഘോഷിച്ചിടാം, കാന്തനാം കർത്താവ് വന്നിടാറായി. സ്വർഗീയ നാട്ടിൽ നാം എത്തിടാറായി, നിത്യമാം സന്തോഷം നാദനുമായി. സ്വർഗീയ നാട്ടിൽ നാം എത്തിടാറായി, നിത്യമാം സന്തോഷം നാദനുമായി. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താനെ പിന്തുടർന്നിടും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താനെ പിന്തുടർന്നിടും. കർത്താനെ പിന്തുടർന്നിടും. കർത്താനെ പിന്തുടർന്നിടും. കർത്താനെ പിന്തുടർന്നിടും. ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മൊർദെഖായി കൊടുത്ത ഈ ഒരു ആഹ്വാനത്തോട് എസ്തേർ എങ്ങനെയാണ് പ്രത്യുത്തരിച്ചതെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. കർത്താവിൻ്റെ ഈ ഒരു ആഹ്വാനം കേൾക്കാൻ ഒരു മനസ്സോടെ നമുക്ക് മുന്നോട്ട് വരാം. ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണം. പ്രഷില്ല, ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഷെക്കേന ന്യൂസിൽ പ്രവർത്തിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും, അതുപോലെ ഷെക്കേന ന്യൂസിലുള്ള വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളെക്കുറിച്ചും പ്രഷില്ലയെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഏക മനസ്സോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 6803
652. Empowering women in Christ.